മകരവിളക്ക് കണക്കിലെടുത്ത് കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ നിയമിച്ചുവെന്ന് DGP. നിലയ്ക്കൽ, പമ്പ, സന്നിധാനം എന്നിവിടങ്ങളിൽ DGP നേരിട്ടെത്തി ക്രമീകരണങ്ങൾ വിലയിരുത്തി. 4 SP-മാർ ഉൾപ്പെടെ കൂടുതലായി 1000 പോലീസ് ഉദ്യോഗസ്ഥരെയാണ് നിയോഗിച്ചിട്ടുള്ളത്. നിലയ്ക്കൽ, പമ്പ, സന്നിധാനം എന്നിവിടങ്ങളിൽ ഇവരുടെ സേവനം ലഭ്യമാകും. മകരവിളക്ക് കാണാൻ തീർത്ഥാടകർ തങ്ങുന്ന സ്ഥലങ്ങളിൽ കൂടുതൽ പോലീസുകാരെ നിയോഗിച്ചു. മകരവിളക്ക് കഴിഞ്ഞ് ദർശനം സുഗമമാക്കാനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായതായും DGP ഡോക്ടർ ഷെയ്ഖ് ദർവേസ് സാഹിബ് പറഞ്ഞു. ഇവിടുത്തെ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടി ഡ്രോൺ സംവിധാനം, പിന്നെ ഹെലികോപ്റ്റർ സർവൈലൻസും കൂടി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ പുറമെ CCTV ക്യാമറ സർവൈലൻസും കൂടാതെ നമ്മളെ BDDS യൂണിറ്റിൻ്റെ സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ ഉണ്ടാവുന്നതാണ്. മകരവിളക്ക് കഴിഞ്ഞ് മടങ്ങുന്ന അയ്യപ്പ ഭക്തർക്ക് മലയിറങ്ങുന്നതിനാവശ്യമായ സൗകര്യങ്ങൾ ഉറപ്പാക്കിയിട്ടുണ്ട്. തിരക്ക് കൂടുതലാണെങ്കിൽ മാത്രമേ വാഹന ഗതാഗതത്തിന് നിയന്ത്രണം ഉണ്ടാവുകയുള്ളൂ. നാളെ രാവിലെ 11:30 മണിക്ക് ശേഷം തീർത്ഥാടകരെ പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് കടത്തിവിടുകയില്ല. മകരവിളക്ക് ദർശനം കഴിഞ്ഞ് തീർത്ഥാടകരുടെ എണ്ണം കുറയുന്നതനുസരിച്ചായിരിക്കും പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് തീർത്ഥാടകരെ കയറ്റിവിടുക. കേരള വിഷൻ ന്യൂസ്, സന്നിധാനം.